സഫലയാത്ര, ആറാമിടം, തൂവാല. വെറോനിക്ക ഒരു വിപ്ലവമല്ലേ? കാരണം പട്ടാളക്കാർ നിരന്നു നിൽക്കുന്നു, പുരുഷകേസരികൾ ചുറ്റുപാട് നിൽക്കുന്നു, കൂലിക്കെടുത്ത കുറെ മനുഷ്യർ അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. ഈ ആക്രോശങ്ങൾക്കിടയിൽ തുവാലയെടുത്ത് രക്തം പുരണ്ട മുഖം തുടയ്ക്കുന്ന ഒരു വനിത, അത് വിപ്ലവം തന്നെയാണ്. ആ വിപ്ലവം മനുഷ്യരാശിയുടെ മുഴുവൻ നിലപാടായിരുന്നു. അടിയേറ്റ് തകർന്ന ഒരുവന്റെ മുഖം തുടയ്ക്കലായിരുന്നില്ല അത്, മറിച്ച് വികൃതമാക്കപ്പെടുന്ന ദൈവത്തിൻ്റെ മുഖത്തെ അവൾ ഒപ്പിയെടുക്കുകയായിരുന്നു. ആ തുവാലയിൽ അവന്റെ മുഖം പതിഞ്ഞു എന്നൊരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യത്തിനപ്പുറം അവളുടെ ചങ്കിൽ അവന്റെ മുഖം ഇങ്ങനെ വെൺശോഭയോടെ കോറിയിട്ടിരുന്നു. അതുകൊണ്ടാണ് അവൾ വിപ്ലവകരമായ ഈ തീരുമാനം എടുക്കുന്നത്. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ പാപം ചെയ്ത് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും അവൻ നഷ്ടപ്പെടുത്തിയപ്പോൾ തിരികെ ലഭിക്കാൻ സാധ്യതയുള്ള ആ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും തിരിച്ചു കൊടുക്കാൻ ഈ മണ്ണിലേക്ക് വന്നവന്റെ മുഖം അവർ തല്ലി വികൃതമാക്കിയപ്പോൾ ആ വികൃതമാക്കിയ മുഖത്തെ തൻ്റെ തൂവാലയിൽ ഒപ്പിയെടുത്തവളാണ് വെറോനിക്ക. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മുഖം വികൃതമാകുന്നത് എവിടെയാണോ അവിടെയൊക്കെ ഇതുപോലെ ചില സ്ത്രീത്വങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. വളരെ ദുർബലമെന്ന് കരുതാവുന്ന ചില കരങ്ങളിലേക്ക് ദൈവം തൂവാലകൾ വെച്ചു കൊടുക്കും. എന്നിട്ട് പറയും, നീ തുടച്ചെടുക്കൂ എന്നാണ്. കൽക്കട്ടയുടെ തെരുവിൽ ആർക്കും വേണ്ടാതെ കിടക്കുന്ന മനുഷ്യരെ, മുഖച്ഛായയില്ലാത്ത മനുഷ്യരെ, മനുഷ്യരെന്ന് വിളിക്കാൻ പോലും യോഗ്യതയില്ലാത്ത മനുഷ്യരെ ദൈവത്തിൻ്റെ മുഖമെന്ന് കരുതി ദൈവത്തിൻ്റെ മുഖച്ഛായ കണ്ട് അവരെ ചുംബിച്ച മദർ തെരേസയെ ഓർമ്മയില്ലേ? അത്തരം മനുഷ്യർ ഈ വെറോനിക്കയുടെ പ്രതി പുരുഷരാണ്, പിൻഗാമികളാണ്. അങ്ങനെയുള്ള മനുഷ്യർ ഈ മണ്ണിലൂടെ ഇപ്പോഴും നടക്കുന്നുണ്ട്. നമ്മുടെ കാലത്ത് പോലും ഇത്തരം മനുഷ്യർ നടക്കുമ്പോൾ ദൈവം അടിയേറ്റു പൊള്ളയുന്ന തൻ്റെ പുത്രനെ അവൻ്റെ മുഖത്തെ ഒപ്പിയെടുക്കുവാൻ ഒരു ക്യാമറയും കൊടുത്ത് ഒരു പെണ്ണിനെ വിട്ടു എന്ന് പറയുന്നതാകും ശരി. ആ മുഖം ഇപ്പോഴും സൂര്യശോഭയോടെ നിരവധി ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും പതിക്കപ്പെടുന്നു, രക്ഷയുടെ അടയാളമായി. ആ തുവാലയിൽ പതിഞ്ഞത് വെറുമൊരു മുഖമല്ല, ദൈവകാരുണ്യത്തിൻ്റെ കയ്യൊപ്പായിരുന്നു. വികൃതമാക്കപ്പെട്ട മുഖമുള്ള മനുഷ്യനെ തൻ്റെ ഛായയിലേക്കും തൻ്റെ സാദൃശ്യത്തിലേക്കും ദൈവം തിരിച്ചു കൊണ്ടുവരുവാൻ നടത്തിയ ഒരു യാത്രയിലെ കയ്യൊപ്പ്. യെശയ്യായുടെ പ്രവചനം പറയുന്നില്ലേ, അവന് രൂപഭംഗിയോ സൗന്ദര്യമോ ഉണ്ടായിരുന്നില്ല, പക്ഷേ അടിച്ചു വികൃതമാക്കപ്പെട്ട ആ മുഖത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ മുഖം കാണാൻ വെറോനിക്കയ്ക്ക് കഴിഞ്ഞു.